ചില കഥകൾ മരിക്കാൻ വിസമ്മതിക്കുന്നു. അവ ഇപ്പോഴും കുശുകുശുപ്പുകളായും കിംവദന്തികളായും പകുതി ഓർമ്മിക്കപ്പെട്ട സത്യങ്ങളായും ജീവിക്കുന്നു. 1957 കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം രേഖപ്പെടുത്തിയ ആദ്യത്തെ കൊലപാതക കേസായ പാലേരി മാണിക്യത്തിന്റേതാണ് അത്തരമൊരു കഥ. വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഒരു യുവവധുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കേസ് അന്വേഷിച്ചു, പ്രതികളെ അറസ്റ്റ് ചെയ്തു. പക്ഷേ ഒരിക്കലും നീതി ലഭിച്ചില്ല. പതിറ്റാണ്ടുകൾക്ക് ശേഷം ഈ വേട്ടയാടുന്ന നിഗൂഢത ഒരു പ്രശസ്ത മലയാള നോവലിനും ശക്തമായ ഒരു ചലച്ചിത്രാവിഷ്കാരത്തിനും പ്രചോദനമായി. ഇന്ന് പാലേരി മാണിക്യത്തിന്റെ യഥാർത്ഥ കഥയും അത് വലിയ സ്ക്രീനിൽ എങ്ങനെ പുതിയ ജീവൻ നേടിയെന്നതും നമുക്ക് പരിവേഷണം ചെയ്യാം. മാണിക്യത്തിന്റെ കൊലപാതകത്തെക്കുറിച്ച് കേട്ടുവളർന്ന എഴുത്തുകാരനായ TP രാജീവനിൽ നിന്നാണ് കഥ ആരംഭിക്കുന്നത്. വർഷങ്ങളോളം പരിഹരിക്കപ്പെടാത്ത ഈ കേസ് അദ്ദേഹത്തെ വേട്ടയാടി. വിദേശത്തായിരുന്നപ്പോൾ അദ്ദേഹം ഇംഗ്ലീഷിൽ ഒരു നോവലിന്റെ ആദ്യ ഡ്രാഫ്റ്റ് എഴുതി. പിന്നീട് അത് മലയാളത്തിൽ മാറ്റി എഴുതി. ആ പുസ്തകം പാലേരി മാണിക്യം, ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ എന്നറിയപ്പെട്ടു. 1950കളിലെ കേരളത്തിൽ ഫ്യൂഡൽ ഭൂവുടമകൾ ഇപ്പോഴും അധികാരത്തിലിരുന്നെങ്കിലും സമൂഹം ജനാധിപത്യത്തിലേക്കും സാമൂഹിക സമത്വത്തിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മാറ്റത്തിന്റെ കാലഘട്ടത്തെയാണ് ഈ നോവൽ പ്രതിഫലിപ്പിക്കുന്നത്. പാലേരി ഗ്രാമത്തിലെ എളിയ മന്ത്രവാദിയുടെ സഹായിയായ പൊക്കനെ വിവാഹം കഴിക്കുന്ന ഒരു യുവതീയ സ്ത്രീയാണ് കഥയുടെ കാതൽ. പുതിയ ജീവിതത്തിലേക്ക് ദിവസങ്ങൾക്കുള്ളിൽ അവൾ മരിച്ച നിലയിൽ കാണപ്പെടുന്നു. അന്വേഷണം ആരംഭിക്കുന്നു. സംശയിക്കുന്നവരെ കസ്റ്റഡിയിൽ എടുക്കുന്നു. പക്ഷേ തെളിവുകളുടെ അഭാവം മൂലം കേസ് തകരുന്നു. സത്യം കുഴിച്ചുമൂടപ്പെടുന്നു. മാണിക്യത്തിന്റെ ശബ്ദം നിശബ്ദമാകുന്നു. പതിറ്റാണ്ടുകൾക്ക് ശേഷം പാലേരിയിലേക്ക് മടങ്ങി വരുന്ന ഒരു അന്വേഷകനാണ് നോവലിന്റെ കഥാകാരൻ. ഓർമ്മകളും കിംവദന്തികളും അർദ്ധസത്യങ്ങളും എങ്ങനെ കൂട്ടിമുട്ടുന്നുവെന്ന് അദ്ദേഹത്തിന്റെ കണ്ണുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും. എല്ലാവരും മാണിക്യത്തെ വ്യത്യസ്തമായി ഓർക്കുന്നു. എന്നിട്ടും എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും ശരിക്കും അറിയില്ല, അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അധികാരം, ജാതി, ലിംഗഭേദം, സത്യം മറയ്ക്കാൻ കഴിയുന്ന ഭയാനകമായ എളുപ്പം എന്നിവ നോവൽ പരിവേഷണം ചെയ്യുന്നു. കുറ്റകൃത്യത്തിനപ്പുറം ഈ നോവൽ നിശബ്ദതയെക്കുറിച്ചാണ്. ഒരു സമൂഹം അനീതിയെക്കുറിച്ച് എങ്ങനെ സംസാരിക്കാതിരിക്കാൻ തീരുമാനിക്കുന്നു. അധികാരത്തെക്കുറിച്ചാണ്. ധനികരും സ്വാധീനമുള്ളവരും നിയമത്തെ എങ്ങനെ വളച്ചൊടിക്കുന്നു. ഔദ്യോഗിക രേഖകൾ പരാജയപ്പെടുമ്പോൾ ഓർമ്മകളെ സാധാരണക്കാർ രഹസ്യങ്ങളിലൂടെ ചരിത്രത്തെ എങ്ങനെ സംരക്ഷിക്കുന്നു എന്നതാണ് ഈ നോവൽ. രാജീവിന്റെ കൃതി യാഥാർത്ഥ്യത്തിനും നാടോടി കഥകൾക്കും ഇടയിലുള്ള അതിർവരമ്പുകൾ മങ്ങിച്ചു. ചിലർക്ക് മാണിക്യം ഒരു ഇര മാത്രമല്ല, മറിച്ച് ഫ്യൂഡൽ കേരളത്തിൽ സ്ത്രീകളെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും എങ്ങനെ കൈകാര്യം ചെയ്തു എന്നതിന്റെ പ്രതീകമാണ്. കേസ് ഇതിഹാസമായി മാറി, ഇതിഹാസം സാഹിത്യമായി. 2009 പാലേരി മാണിക്യം, ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ എന്ന ചിത്രത്തിലൂടെ സംവിധായകൻ രഞ്ജിത്ത് ഈ വേദനാജനകമായ കഥ സിനിമയിലെത്തിച്ചു. ചിത്രത്തിൽ മമ്മൂട്ടി ഒന്നല്ല 3 വേഷങ്ങൾ അവതരിപ്പിച്ചു. ഓരോരുത്തരും വ്യത്യസ്ത രീതിയിൽ നിഗൂഢതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മൈഥിലി മാണിക്യത്തെ അവതരിപ്പിച്ചു. ശ്വേതാ മേനോനും മറ്റുള്ളവരും ശക്തമായ പ്രകടനങ്ങൾ നടത്തി. പുസ്തകത്തിന്റെ ആത്മാവിനോട് വിശ്വസ്തത പുലർത്തിയെങ്കിലും സിനിമ ചില പ്രധാന മാറ്റങ്ങൾ വരുത്തി. നോവലിൽ അന്വേഷകൻ അജ്ഞാതനാണ്, പക്ഷേ സിനിമയിൽ അദ്ദേഹത്തിന്റെ പേര് ഹരിദാസ് എന്നാണ്. അദ്ദേഹം ഭൂവുടമയായ അഹമ്മദ് ഹാജിയുടെ മകനാണെന്ന് വെളിപ്പെടുത്തുന്നു. ഇത് അന്വേഷണത്തെ ആഴത്തിൽ വ്യക്തിപരമാക്കുന്നു. ഈ സിനിമാറ്റിക് തിരഞ്ഞെടുപ്പ് പ്രേക്ഷകർക്ക് ശക്തമായ വൈകാരിക ബന്ധം നൽകി. ഫ്ലാഷ് ബാക്കുകളിലൂടെയും ഒന്നിലധികം സമയങ്ങളിലൂടെയും 1950കളിലെ ഗ്രാമത്തിന്റെ അന്തരീക്ഷം, അതിന്റെ ആചാരങ്ങൾ, ജാതി വിഭജനങ്ങൾ, ഫ്യൂഡൽ വരേണ്യവർഗത്തിന്റെ ശ്വാസം മുട്ടിക്കുന്ന ശക്തി പുനർനിർമ്മിച്ചു. ഹരിദാസ് ഭൂതകാലത്തിന്റെ ശകലങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ ഓരോ സൂചനയും നമ്മെ അസ്വസ്ഥമാക്കുന്ന ഒരു സത്യത്തിലേക്ക് അടുപ്പിക്കുമ്പോൾ സസ്പെൻസ് പതുക്കെ വികസിക്കുന്നു. ഒരു കുറ്റകൃത്യം പരിഹരിക്കുക മാത്രമായിരുന്നില്ല ആ സിനിമ. ചരിത്രത്തെ നേരിടുക, അനീതി തുറന്നുകാട്ടുക, കാലത്തിന്റെ നിശബ്ദതയെ സുഖപ്പെടുത്താൻ കഴിയുമോ എന്ന് ചോദിക്കുക എന്നിവയായിരുന്നു അത്. ധീരമായ കഥ പറച്ചിൽ, പാളികളായുള്ള പ്രകടനങ്ങൾ, കാലഘട്ടത്തിലെ വിശദാംശങ്ങളിലേക്കുള്ള ശ്രദ്ധ എന്നിവയ്ക്ക് ഈ സിനിമ നിരൂപക പ്രശംസ നേടി. കുറ്റകൃത്യ അന്വേഷണത്തെയും സാമൂഹിക വ്യാഖ്യാനത്തെയും എങ്ങനെ സംയോജിപ്പിച്ചു എന്ന് പ്രേക്ഷകർ പ്രശംസിച്ചു. പലർക്കും യഥാർത്ഥ മാണിക്യ കേസിലുള്ള താല്പര്യം പുനർജീവിപ്പിച്ചു. ഓരോ നിഗൂഢതയ്ക്കും പിന്നിൽ ഒരു മനുഷ്യജീവിതം ഉണ്ടെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നോവലും സിനിമയും മാണിക്യത്തിന്റെ കഥ ഒരിക്കലും മറക്കില്ലെന്ന് ഉറപ്പാക്കുന്നു. പാലേരി മാണിക്യം ഒരു കൊലപാതക രഹസ്യം മാത്രമല്ല, സത്യം നിശബ്ദമാക്കപ്പെടുകയും അധികാരം നീതിയേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന സമൂഹത്തിന് മുന്നിൽ ഉയർത്തിപ്പിടിച്ച ഒരു കണ്ണാടിയാണിത്. 1950കളിലെ മറന്നുപോയ ഒരു കേസ് മുതൽ ഒരു പ്രശസ്തമായ നോവൽ വരെ, ദേശീയ അവാർഡ് നേടിയ ഒരു സിനിമ വരെ മാണിക്യത്തിന്റെ കഥ ഇപ്പോഴും പ്രതിധ്വനിക്കുന്നു. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഇതുപോലുള്ള കഥകൾ ഇന്നും നമ്മെ ചുറ്റിപ്പറ്റിയുള്ള അധികാര ഘടനകളെ ചോദ്യം ചെയ്യാൻ സഹായിക്കുമോ? അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് രസകരമായി തോന്നിയാൽ ചരിത്രം, സാഹിത്യം, സിനിമ എന്നിവയിൽ നിന്നുള്ള കൂടുതൽ കഥകൾക്കായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.